സീഡ് സൊസൈറ്റി വിവാദത്തിൽ പ്രതികരിച്ച ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ രാധാകൃഷ്ണൻ 12 വർഷമായി സൈൻ എന്ന സംഘടന പ്രവർത്തിക്കുന്നു. CSR ഫണ്ടിലാണ് പകുതി വിലയ്ക്ക് വാഹനങ്ങൾ ലഭ്യമാക്കുന്നതെന്ന് തന്നെ വിശ്വസിപ്പിച്ചു. സായിഗ്രാം ചെയർമാൻ ആനന്ദകുമാറാണ് CSR പദ്ധതി പരിചയപ്പെടുത്തിയത്. തങ്ങളും ഇരകളായതായി എൻ രാധാകൃഷ്ണൻ പറഞ്ഞു. അനന്തകൃഷ്ണനെതിരെ പരാതി നൽകുമെന്നും അഭിഭാഷകരുമായി ആലോചിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിലാണ് താൻ ഈ സംഘടനയെ കണ്ടത്. താനും അതിന്റെ ഇരയായതായാണ് എൻ രാധാകൃഷ്ണൻ വ്യക്തമാക്കുന്നത്. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം CSR ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പങ്കുവച്ചത്? രോഹിണി, പ്രധാനമായും ഈ സൈൻ സൊസൈറ്റിയുടെ അതിന്റെ പ്രസിഡന്റ് കൂടിയായ എൻ രാധാകൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഒരു അനന്തകൃഷ്ണന്റെ തട്ടിപ്പിന്റെ ഭാഗമായി അല്ലെങ്കിൽ അതിന്റെ ഇരകളായി തങ്ങളുടെ സംഘടനയും മാറുകയായിരുന്നു. അവിടെ CSR ഫണ്ട് ലഭിക്കുമെന്ന് തന്നെ പറഞ്ഞാണ് തങ്ങളെയും ഇത്തരത്തിൽ വിശ്വസിപ്പിച്ചിരുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഒരു തട്ടിപ്പ് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ അനന്തകൃഷ്ണനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേസുകളും എല്ലാം പുറത്തു വന്ന സാഹചര്യത്തിലും തങ്ങൾ വാങ്ങിയിട്ടുള്ള സൈൻ വാങ്ങിയിട്ടുള്ള പണം മുഴുവൻ അത് ആവശ്യക്കാർക്ക് പണമായി തിരികെ വേണമെങ്കിൽ അത് തിരികെ നൽകുന്നുണ്ട്. അത് ഇരുചക്ര വാഹനങ്ങൾ ആയിട്ട് തന്നെ നൽകിയാൽ മതിയെന്ന് ആവശ്യപ്പെടുന്നവർക്ക് അത്തരത്തിൽ ഇരുചക്ര വാഹനങ്ങളും തിരികെ നൽകി വരികയാണ്. ഇനി വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് ഇരുചക്ര വാഹനങ്ങൾ ഈ സൈൻ നൽകാനുള്ളത്. സംഘടനയായ സൊസൈറ്റിയായ സൈൻ നൽകാനുള്ളത് 5620 ഇരുചക്ര വാഹനങ്ങൾ ഇതുവരെ നൽകിയിട്ടുണ്ട്. 6000-ഓളം പേരാണ് പണമടച്ചത്. പകുതി പണമടച്ച് ഇതിനുവേണ്ടി കാത്തിരുന്നത്. ഈ അടച്ച പണം തങ്ങൾ കൈമാറിയിട്ടുണ്ട്. എന്നാൽ അതൊന്നും നോക്കാതെ തന്നെ സൈൻ സ്വന്തം നിലയ്ക്ക് പണം ചെലവഴിച്ചുകൊണ്ട് ഉത്തരവാദിത്വം അല്ലെങ്കിൽ തങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയാണ് എന്ന കാര്യമാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ ഈ ഒരു സംഘടന സൈനും വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. സീഡ് സൊസൈറ്റികളുടെ പേരിൽ വലിയ തോതിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. എന്നാൽ സൈനിനെതിരെ ഇതുവരെ യാതൊരു തരത്തിലുള്ള പരാതികളും ലഭിച്ചിട്ടില്ല. കൃത്യമായി തന്നെ ഈ ഇരുചക്ര വാഹനങ്ങൾക്കായി പകുതി പണം വാങ്ങിയ ആളുകൾക്കെല്ലാം തിരിച്ച് ഇരുചക്ര വാഹനങ്ങൾ നൽകാൻ തയ്യാറാണ്. അതിൽ നല്ലൊരു പങ്ക് ആളുകൾക്കും ഇരുചക്ര വാഹനങ്ങൾ തിരികെ നൽകിയിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ മാത്രമല്ല, നേരത്തെ ലാപ്ടോപ്പുകൾ അടക്കം ഇത്തരത്തിൽ വിതരണം ചെയ്തിട്ടുണ്ട്. ഒരു സന്നദ്ധ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടന എന്ന നിലയിൽ മുമ്പും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനിയും തുടരുമെന്ന കാര്യം തന്നെയാണ് എൻ രാധാകൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, CSR ഫണ്ടുകൾ ലഭിക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുള്ളതായി ഒരിക്കലും തോന്നിയിട്ടില്ല. CSR ഫണ്ടുകൾ ഇത്തരം പദ്ധതികളുടെ ഭാഗമായി തന്നെ ലഭിക്കാറുമുണ്ട്. അത്തരം ഒരു കാര്യം തന്നെയായിരുന്നു അനന്തകൃഷ്ണൻ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ പിന്നീട് ഇയാൾക്കെതിരെ കേസ് വരികയും നടപടികൾ ഉണ്ടാവുകയും എല്ലാം ചെയ്ത സാഹചര്യത്തിലും ഇരുചക്ര വാഹനങ്ങൾ തിരികെ നൽകുന്നത് നേരിട്ട് തന്നെ, അല്ലെങ്കിൽ തങ്ങൾ തന്നെ സൈൻ തന്നെ മുൻകൈ എടുത്ത് അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു എന്ന കാര്യമാണ് പറയുന്നത്. ഫണ്ട് സംബന്ധിച്ച് തങ്ങളും ഇരയാക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നിലവിൽ കേസുണ്ടാക്കുന്ന സ്ഥാപനങ്ങളുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും സൈൻ എന്ന സംഘടനയ്ക്ക് ഇല്ല. സൈനിന്റെ ലക്ഷ്യം തന്നെ ഇത്തരത്തിലുള്ള സേവനങ്ങൾ, നേരത്തെയും ദിവ്യാംഗരായ ആളുകൾക്ക് വിവിധ സേവനങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം നടത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരവധി തവണ അത്തരത്തിൽ ചെയ്തിട്ടുണ്ട്. CSR ഫണ്ട് തട്ടിപ്പിൽ അനന്തകൃഷ്ണനെതിരെ പരാതി നൽകുമെന്ന കാര്യം കൂടി എൻ രാധാകൃഷ്ണൻ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് നിയമവിദഗ്ധരുമായി ആലോചിച്ച് അഭിഭാഷകരുമായി അടക്കം ആലോചിച്ചായിരിക്കും അത്തരം കാര്യങ്ങളിൽ നടപടി ഉണ്ടാവുക. കാരണം തങ്ങളെയും പറഞ്ഞ് പല കാര്യങ്ങളും വിശ്വസിപ്പിച്ചു. ഇരു ആളുകളും തമ്മിൽ കരാറുകൾ ഉണ്ടായിരുന്നു. അനന്തകൃഷ്ണന്റെ സംഘടനയുമായി കരാറുകൾ ഉണ്ടായിരുന്നു. കൃത്യമായി അതിന്റെ പണം അടക്കുക, ഒപ്പം തന്നെ ഇരുചക്ര വാഹനങ്ങൾ ലഭ്യമാക്കുക എന്നിവ അടക്കമുള്ള കാര്യങ്ങളിൽ കരാറുകൾ ഉണ്ടായിരുന്നു. ആ കരാറുകൾ പാലിക്കപ്പെട്ടിട്ടില്ല. മെയ് മാസത്തിന് ശേഷം ഇരുചക്ര വാഹനങ്ങൾക്കായി പണം വാങ്ങിയിട്ടില്ല സൈനിന്റെ പേരിൽ എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. മെയ് മാസത്തിലാണ് ഏറ്റവും അവസാനം പണം വാങ്ങിയത്. അത്തരത്തിൽ പണം വാങ്ങിയ ആളുകൾക്ക് തന്നെയാണ് ഇതെല്ലാം നൽകുന്നത്. മാത്രം കേരളത്തിലെ എല്ലാ ഭരണ പ്രതിപക്ഷ കക്ഷികളുടെ ആളുകളെ എല്ലാം തന്നെ അനന്തകൃഷ്ണൻ വിശ്വസിപ്പിച്ചിട്ടുണ്ട്, ഇതിന്റെ ആക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് സൈനും ഈ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി മാറുന്നത്. കാരണം ഇടത് വലതു മുന്നണികളുടെ നേതാക്കളും മന്ത്രിമാരും എല്ലാം പല ഘട്ടങ്ങളിലും ഇവരുടെ നിരവധി പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്, ഇരുചക്ര വാഹന വിതരണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതെല്ലാം കാണിച്ചു തന്നെയായിരുന്നു തങ്ങളെയും വിശ്വസിപ്പിച്ചിരുന്നത് എന്ന കാര്യമാണ് എൻ രാധാകൃഷ്ണൻ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ 6000 പേരിൽ നിന്ന് പണം വാങ്ങുകയും അതിൽ നല്ലൊരു പങ്ക് 5600-ഓളം പേർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ 389-ഓളം പേർക്ക് മാത്രമാണ് ഇനി പണം തിരികെ നൽകാനുള്ളത്. പോലീസ് അസോസിയേഷന്റെ പരിപാടിക്ക് അടക്കം ഇത്തരത്തിൽ ഈ ഇരുചക്ര വാഹന വിതരണങ്ങൾ നടത്തിയിട്ടുള്ള കാര്യവും മറ്റു ചില സംഘടനകൾ ഇരുചക്ര വാഹന വിതരണം, ഈ പകുതി വിലക്കുള്ള ഇരുചക്ര വാഹന വിതരണം നടത്തിയതും എല്ലാം തന്നെ എൻ രാധാകൃഷ്ണൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ
കേരളത്തിൽ വിവിധ സംഘടനകൾ, അത് സൈൻ മാത്രമല്ല 50-ലധികം സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ പല ഭാഗങ്ങളിൽ ഇരുചക്ര വാഹനങ്ങളുടെ വിതരണം ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. എന്നാൽ ചില ആരോപണങ്ങൾ തനിക്കെതിരെ മാത്രം ഉയരുന്നത് അത് ചില രാഷ്ട്രീയ താല്പര്യങ്ങളോട് കൂടിയാണ് അത്തരം കാര്യങ്ങൾ പറയുന്നത്. മാത്രമല്ല അനന്തകൃഷ്ണനെ നിരവധി തവണ സന്ദർശിച്ചു, അവിടുത്തെ സ്ഥിരം സന്ദർശകനായിരുന്നു എന്നെല്ലാമുള്ള പ്രചാരണമാണ് നടക്കുന്നത്. എന്നാൽ ഇരുചക്ര വാഹനങ്ങൾ ലഭിക്കേണ്ട ആളുകൾക്ക് അത് വൈകുന്നു എന്ന് തോന്നിയ ഘട്ടത്തിൽ ആണ് ആ പണം തടസ്സപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നിയ ഘട്ടത്തിൽ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയും വേഗത്തിൽ ഇരുചക്ര വാഹനങ്ങൾ ലഭ്യമാക്കുന്നതിനുമുള്ള ഇടപെടലുകളുടെ ഭാഗമായി ചില സമയങ്ങളിൽ അവിടെ അനന്തകൃഷ്ണനുമായി കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്. ഇത് വൈകരുത്, ചില സമയങ്ങളിൽ അവിടെ അനന്തകൃഷ്ണനുമായി കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്. ഇത് വൈകരുത്, തങ്ങൾ പണമടച്ച ആളുകളാണ്, പകുതി പണം 60,000 രൂപയും 62,000 രൂപയും എല്ലാം തന്നെ ഇരുചക്ര വാഹനങ്ങൾക്കായി 1,00,000 രൂപയുള്ള ഇരുചക്ര വാഹനങ്ങൾക്ക് പകുതി പണം അടച്ച ആളുകൾക്ക് അവർക്ക് കൃത്യമായി തന്നെ ഇരുചക്ര വാഹനങ്ങൾ നൽകേണ്ടതുണ്ട്. അതിന് തടസ്സമുണ്ടാകരുത്, അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെടാനായിരുന്നു അനന്തകൃഷ്ണനെ. യാതൊരു തരത്തിലുള്ള പങ്കാളിത്തവും ഇല്ല എന്ന് മാത്രമല്ല സൈൻ അതിന്റെ ഉറപ്പുകൾ പാലിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന കാര്യം തന്നെയാണ് പറയുന്നത്. 12 വർഷമായി പൊതുസേവന രംഗത്ത് പ്രവർത്തിക്കുന്നതാണ്. കേന്ദ്ര തൊഴിൽ മന്ത്രാലയവുമായി സഹകരിച്ച് 32 തൊഴിൽമേളകൾ മുമ്പ് സൈൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ തൊഴിൽമേളകൾ സംഘടിപ്പിക്കുമ്പോൾ 1 രൂപ പോലും രജിസ്ട്രേഷൻ ഫീസ് വാങ്ങാതെയാണ് ആ തൊഴിൽമേളകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിലൂടെ നിരവധി ആളുകൾക്ക് തൊഴിൽ ലഭിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. 4 പതിറ്റാണ്ട് നീണ്ട പൊതുജീവിതമാണ് തന്റേത്. നിസ്വാർത്ഥമായ പ്രവർത്തനം, പൊതുജനങ്ങൾക്ക് വേണ്ടി ഉള്ള എന്തെല്ലാം സേവനങ്ങൾ ചെയ്യണം എന്നത് മാത്രമാണ് ആലോചിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി സൈൻ മാറിയത് എന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ആയുഷ്മാൻ ഭാരതി പദ്ധതിയുടെ ഭാഗമായി ശസ്ത്രക്രിയകൾ അടക്കം ഈ ഒരു സംഘടനയുടെ ഭാഗമായി നടത്തിയിട്ടുണ്ട്. ഇതിനിടയിലാണ് ഈ ആരോപണങ്ങൾ, തെറ്റായ ആരോപണങ്ങൾ തനിക്കെതിരെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതിനെയെല്ലാം തന്നെ പൂർണ്ണമായും തള്ളിക്കളയുന്നു എന്ന് മാത്രമല്ല ഇക്കാര്യത്തിൽ അനന്തകൃഷ്ണനെതിരെ നിയമ നടപടി പോലും ആലോചിക്കുകയാണ് എന്ന കാര്യം കൂടിയാണ് എൻ രാധാകൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.